ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിലവിൽ PM കിസാൻ സമ്മാൻ നിധിയിലൂടെ 18 ഗഡുക്കളിലായി 36,000 രൂപ കർഷകർക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനി 19ാം ഗഡുവിനായുള്ള കാത്തിരിപ്പിലാണ് കർഷകർ. ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഒരു പുതുവർഷ സമ്മാനമായി ഈ 19ാം ഗഡു എത്തിച്ചേരും. 18ാം ഗഡു തടസ്സമില്ലാതെ ലഭിച്ച ഭൂരിഭാഗം പേർക്കും ഈ തുക ലഭിക്കും. എന്നാൽ ചിലർക്ക് EKYC വീണ്ടും ചെയ്യുവാനായി നിർദ്ദേശം എത്തിയിട്ടുണ്ട്. അത്തരക്കാർ അക്ഷയ കേന്ദ്രങ്ങളിലോ CSC കേന്ദ്രങ്ങളിലോ അത് പൂർത്തിയാക്കിയാൽ തുക ലഭിക്കുന്നതാണ്. ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ പുതിയൊരു അറിയിപ്പ് കൂടി എത്തിയിട്ടുണ്ട്. കർഷകർക്ക് 2 ലക്ഷം രൂപ വരെ ഈടില്ലാതെ വായ്പ ലഭിക്കും. കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ അതായത് KCC വായ്പയിൽ ഇതിനായി പുതിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. നിലവിൽ ഈടില്ലാതെ ലഭിക്കുന്ന 1.6 ലക്ഷത്തിന്റെ കാർഷിക വായ്പാ പരിധി 2 ലക്ഷം രൂപയായി മാറിയിരിക്കുകയാണ്. ജനുവരി മുതൽ തന്നെ ഈ മാറ്റം രാജ്യവ്യാപകമായി പ്രാബല്യത്തിൽ വരുമെന്ന് RBIയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും അറിയിച്ചിട്ടുണ്ട്. കൃഷിച്ചിലവ് ഉയർന്നതിലൂടെയും പണപ്പെരുപ്പത്തിലൂടെയുമൊക്കെ ബുദ്ധിമുട്ടിലായ ചെറുകിട കർഷകരെ സഹായിക്കുവാനാണ് ഈ നീക്കം. KCC വായ്പയിലൂടെ 2 ലക്ഷത്തിൽ കൂടുതൽ തുക ലഭിക്കുമെങ്കിലും 2 ലക്ഷത്തിൽ കൂടുതൽ തുക ലഭിക്കുന്നതിനായി ഈട് നൽകേണ്ടതായി വരും. മാത്രമല്ല, ഈടില്ലാതെ ലഭിക്കുന്ന KCC വായ്പയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡിയും ലഭിക്കും. അതായത് കർഷകർക്ക് 4% പലിശ മാത്രമേ നൽകേണ്ടതായി വരൂ. കൂടുതൽ കൃഷിഭൂമിയുള്ളവർക്കും കുറച്ച് കൃഷിഭൂമിയുള്ളവർക്കും KCC വായ്പകൾ ലഭിക്കും. PM കിസാൻ പദ്ധതിയിൽ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഇത് ലഭിക്കും. എന്നാൽ കൃഷിഭൂമിയുടെ അളവും ഏത് വിളയാണ് കൃഷി ചെയ്യുന്നതും എന്നതൊക്കെ അനുസരിച്ചായിരിക്കും കൃഷിക്കായി ബാങ്കുകൾ വായ്പ അനുവദിക്കുന്നത്. അതായത് കൃഷിഭൂമി അനുസരിച്ച് വായ്പാ തുകയിൽ വ്യത്യാസമുണ്ടാകും. ചില കൃഷികൾക്ക് സെന്റിന് 5,000 രൂപ വരെ കിട്ടുമ്പോൾ മറ്റു ചില കൃഷികൾക്ക് അതിൽ കുറവോ കൂടുതലോ ലഭിച്ചേക്കാം. ലഭിക്കുന്ന വായ്പ ഓരോ വർഷവും കൃത്യമായി അടച്ച് വീണ്ടും പുതുക്കിയെടുക്കാവുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. KCC വായ്പ അനുവദിക്കുമ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡ് കൂടി നൽകും. നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന തുക അതിലുണ്ടാകും. അതിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള തുക ATM കൗണ്ടറിൽ നിന്ന് നേരിട്ടെടുക്കാം. അല്ലെങ്കിൽ കൃഷിക്ക് ആവശ്യമായി വരുന്ന സാധനങ്ങൾ വാങ്ങുന്ന കടയിൽ പേയ്മെന്റിനായി ഈ കാർഡ് നൽകാം. അത്തരത്തിൽ പണം ആവശ്യമുള്ളപ്പോൾ ആ തുകകൾ മാത്രം നമുക്ക് എടുക്കാൻ സാധിക്കും. അതിനാൽ ആദ്യം തന്നെ മുഴുവൻ വായ്പാ തുകയും എടുക്കുന്നത് മൂലമുള്ള അധിക പലിശ ഒഴിവാക്കാം. നിലവിൽ വായ്പകൾ മുടങ്ങാത്തവർക്കും ആവശ്യത്തിന് സിബിൽ സ്കോർ ഉള്ളവർക്കുമൊക്കെ പെട്ടെന്ന് തന്നെ ഈ വായ്പ ലഭിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.